സൽമാൻ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. മമ്മൂട്ടിയെ പോലെ തന്നെ ഒരു നല്ല കുടുംബസ്ഥനായി ദുൽഖർ ജീവിക്കുന്നു. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഭാര്യ അമാൽ സൂഫിയയ്ക്കും മകൾ മറിയം അമീറ സൽമാനുമൊപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹം കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അമാലുമായുള്ള വിവാഹശേഷം സിനിമയിലെത്തിയ ദുൽഖർ തന്റെ വ്യക്തി ജീവിതത്തെയും സിനിമാ ജീവിതത്തെയും മനോഹരമായി ബാലൻസ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ മകൾക്കും ഭാര്യയ്ക്കും ഒപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ അദ്ദേഹം പങ്കുവെക്കാറുമുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുമുണ്ട്. ഒരു ആർക്കിടെക്റ്റായ അമാൽ ദുൽഖറിന്റെ എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകി ഒപ്പമുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് തനിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടെന്ന് ദുൽഖർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. മകളുടെ വരവ് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ഒരു നടനെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും താൻ കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉള്ളവനായി മാറിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കിട്ട ജീവിതത്തിനിടയിലും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ദുൽഖറിനെ ആരാധകർ എന്നും സ്നേഹത്തോടെയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ ആരാധകർക്കിടയിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ്. താൻ അച്ഛനായ ദിവസത്തെക്കുറിച്ചും ആദ്യമായി മകൾ മറിയത്തെ കണ്ട നിമിഷത്തെക്കുറിച്ചും ഏറെ സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് ദുൽഖർ സൽമാൻ. ഭാര്യ അമാൽ ഗർഭിണിയായപ്പോൾ മകനാവാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ പോലും ആദ്യം സൂചിപ്പിച്ചിരുന്നത്. ഇത് നടൻ വെളിപ്പെടുത്തി. എന്നാൽ ദുൽഖറും വാപ്പച്ചിയും മമ്മൂട്ടിയും ജനിക്കുന്നത് പെൺകുട്ടിയാവണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു. നടന്റെ സഹോദരി സുറുമയ്ക്ക് 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു മകൾ ഉണ്ടാകാമെന്ന് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചത്. എന്നാൽ അമാലിന്റെ പ്രസവം നടന്ന കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ ദുൽഖർ സൽമാന് കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആണ്. എന്ത് കുട്ടിയാണെങ്കിലും ഒരു അനുഗ്രഹമാണ്. എങ്കിലും പെൺകുട്ടിയാണെങ്കിൽ നന്നായി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പോയത്. എന്ത് കുട്ടിയാവും ഊഹിക്കാമോ? ഇത് ഡോക്ടർ ചോദിച്ചപ്പോൾ ആൺകുട്ടിയാകുമെന്ന് അറിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് കാണിച്ചപ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒന്നും മനസ്സിലായില്ല. ദുൽഖർ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നുകൂടി നോക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ജനിച്ചത് മകളാണെന്ന് താൻ തിരിച്ചറിഞ്ഞത്. ആ ആവേശത്തിൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. ആ ഹോസ്പിറ്റൽ മുഴുവൻ അറിയിച്ചു. ഡോക്ടർമാരും നേഴ്സുമാരും എന്റെ റിയാക്ഷൻ കണ്ട് പേടിച്ചു. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ട് ആകെ ബഹളവുമായിരുന്നു. അപ്പോൾ അമാൽ ചെറിയ മയക്കത്തിലായിരുന്നു. പക്ഷെ എന്റെ ബഹളം കേട്ട് അവൾ കണ്ണു തുറന്ന് മറിയമെന്ന് ചോദിച്ചു. കണ്ണുകൾ വീണ്ടും അടച്ചു. അങ്ങനെ അതാണ് മോളുടെ പേരെന്നും തീരുമാനമായി. കാരണം അവളുടെ മനസ്സിലുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ ഇതാവണം പേരെന്ന്. ദുൽഖർ സൽമാൻ ഇത് ചിരിയോടെയാണ് വെളിപ്പെടുത്തിയത്. അതേസമയം ദുൽഖർ സൽമാന്റെ സിനിമകൾക്കായി ആരാധകർ കാത്തിരിക്കുന്നത് പോലെ തന്നെ കുടുംബ വിശേഷങ്ങൾ അറിയാനും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.